എവരിവൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമിയുടെ ഈ ഒരു ലൈവ് എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. അതായത് ഫിസിക്സിൽ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി വരുന്ന അധ്യായങ്ങളിലൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 17th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു 16 ചാപ്റ്ററോളം എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏകദേശം ഒരു 8 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ 17th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഡാഷ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എ കണ്ടക്ടർ ഡിക്രീസ് ബട്ട് ദാറ്റ് ഓഫ് ആൻ ഇൻസുലേറ്റർ ഇൻക്രീസസ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ തന്നേക്കുന്നത് എ കണ്ടക്ടർ ഇൻക്രീസ് ബട്ട് ദാറ്റ് ഓഫ് ആൻ ഇൻസുലേറ്റർ ഡിക്രീസസ്. ആൻഡ് തേർഡ് ഓപ്ഷൻ തന്നെ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ബോത്ത് ഇൻക്രീസ്. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ തന്നേക്കുന്നത് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ബോത്ത് ഡിക്രീസസ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, അതായത് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കണ്ടക്ടർ ആയാലും ശരി ഇൻസുലേറ്റർ ആയാലും ശരി റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത് എപ്പോഴും ടെമ്പറേച്ചറിന് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടക്ടർ ആയാലും ശരി ഇൻസുലേറ്റർ ആയാലും ശരി റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പൊ കണ്ടക്ടറിന്റെ കേസിലായാലും ഇൻസുലേറ്ററിന്റെ കേസിലായാലും റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. Therefore നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഫോർത്ത് ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ദ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ബോത്ത് ഡിക്രീസസ്. ക്ലിയർ ആയില്ലേ? ഒരു ഫാക്ടർ ഓർത്തിരിക്കുക, റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 copper wire A and B have the same length. 2 കോപ്പർ വയർ ഉണ്ട്, രണ്ടിന്റെ ലെങ്ത് സെയിം ആണ്. ഡയമീറ്റർ ഓഫ് A is twice that of B. അതായത് എയുടെ ഡയമീറ്റർ ബിയുടെ ട്വൈസ് ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ റെസിസ്റ്റൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ, ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഇൻറ്റു എൽ ബൈ പൈ ആർ സ്ക്വയർ ആണ്. എന്താണ്, റോ ഇൻറ്റു എൽ ബൈ പൈ ആർ സ്ക്വയർ ആണ് എന്ത്, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് 2 വയർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, നമ്മുടെ എയും ബിയും വയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എയുടെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും വരിക, ആർ എ എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ പൈ ആർ എ സ്ക്വയറും ആർ ബി എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ പൈ ആർ ബി സ്ക്വയറും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നേക്കുന്നത് എന്താണ്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടിന്റെ ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ്, അതായത് ഡയമീറ്റർ ഓഫ് എ എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് ദാറ്റ് ഓഫ് ബി. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഡി ബി ആണ്. അപ്പൊ എന്താണ്, ആർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ബി ആയിരിക്കും. ഓക്കെ, ഈ ഒരു റിലേഷൻ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ്, റെസിസ്റ്റിവിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ, നമുക്ക് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ, ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി ചെയ്താൽ മതി. ആർ എ ഡിവൈഡഡ് ബൈ ആർ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേമും ഈ ഒരു ടേമും എന്താണ്, രണ്ടിലും കോൺസ്റ്റന്റ് ആണ്. റോയും എല്ലും പൈയും കോൺസ്റ്റന്റ് ആണ്. Therefore അത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് എന്താണ്, 1 ബൈ ആർ എ സ്ക്വയറും പിന്നെ അതിന്റെ കൂടെ ഡിവൈഡഡ് ബൈ 1 ബൈ ആർ ബി സ്ക്വയറും ആണ്. ഓക്കെ, ഈ ഡിനോമിനേറ്ററിൽ നമ്മൾ 1 ബൈ എന്നുള്ളത് ഡയറക്റ്റ് ആക്കി കൊടുക്കുമ്പോൾ എന്ത് വരും, ആർ എ ബൈ ആർ ബി എന്ന് പറയുന്നത് ആർ ബി സ്ക്വയർ മുകളിലേക്ക് വരും അല്ലെ, ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു റിലേഷൻ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷനും കിട്ടി. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആർ എ എന്ന് പറയുന്നത് എന്താണ്, ആർ എ എന്ന് പറയുന്നത് 2 ആർ ബി ആണെന്ന് നമുക്കറിയാം. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ അല്ലേ? അപ്പൊ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ബി ആയിട്ട് തന്നെ എടുക്കുക. ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആർ ബി സ്ക്വയർ. എന്ത്, ആർ എ ബൈ ആർ ബി എന്ന് പറയുന്നത് ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആർ ബി സ്ക്വയർ എന്ന് കിട്ടും. Therefore ആർ ബി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4.
is equal to RA divided by RB. അപ്പോൾ RA RB നമ്മുടെ റിലേഷൻ എന്താണ്? RA by RB is equal to 1/4 ആണ്. That is the resistance of wire B എന്ന് പറയുന്നത് എന്താണ്? 4 times the resistance of A ആണ് അല്ലേ? 4 times ആണ്. കാരണം എന്താ? നമുക്കറിയാം RA by RB എന്ന് പറയുന്നത് 1/4 ആണ് കിട്ടിയിരിക്കുന്നത്. Therefore RB എന്താ? 4 into RA അല്ലേ? 4 into RA എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ബി എന്ന് പറയുന്നത് 4 times ഓഫ് റെസിസ്റ്റൻസ് ഓഫ് വയർ എ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റോ ഇൻറ്റു എൽ ബൈ പൈ ആർ എ സ്ക്വയർ ആണ്. Therefore ആ രണ്ട് വയർസിനെ നമ്മൾ കമ്പയർ ചെയ്തു. നമുക്ക് ഡയമീറ്റർ റിലേഷൻ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് calculate the equivalent resistance between point A and B of the following circuit. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സീരീസ് കണക്ഷൻ ആയാലും പാരലൽ കണക്ഷൻ ആയാലും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? പാരലൽ കണക്ഷൻ ആണെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. സീരീസ് ആണെങ്കിൽ അത് സമപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെ? ഓരോ റെസിസ്റ്റൻസ് സം ചെയ്ത് കഴിഞ്ഞാൽ സീരീസ് കണക്ഷനിലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഈ തന്നേക്കുന്ന സർക്യൂട്ടിൽ നമുക്ക് 4 റെസിസ്റ്റൻസ് ആണുള്ളത്. അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ സീരീസിൽ തന്നിട്ടുള്ളത്. ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഓം ആണ്, ഇതിൻ്റെത് 5 ഓം ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെത് 10 ഓം ആണ്, ഇവിടെ 7 ഓം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ്? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എന്താണ്? പാരലൽ ആയിട്ടാണല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്. ഈ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ഇതിന് രണ്ടിനും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പാരലൽ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യണം. ഇവിടെ പാരലൽ ആയിട്ട് കൊടുത്തത് ഏതൊക്കെയാണ്? 10 ഉം 5 ആണ്. അപ്പൊ അവിടുത്തെ FFT റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്? ഏതാണ്? 10 into 5 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 5 അല്ലേ? 10 into 5 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 5 ആണ്. 10 into 5 എത്രയാ? 50. 15/50 എന്ന് കിട്ടും. ഓക്കെ, സോറി 15/50 എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു 10/3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് എങ്ങനെയായിട്ട് മാറി? റെസിസ്റ്റൻസ് ഈ രണ്ട് റെസിസ്റ്റൻസും കൂടെ കൂടിയിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് മാറി അല്ലേ? അതിന്റെ വാല്യൂ എത്രയാ? അതിന്റെ വാല്യൂ 10/3 ഓം ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ FFT റെസിസ്റ്റൻസ് കിട്ടില്ല. ഇത് മൂന്നും സീരീസ് ആയിട്ടാണ് അല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ FFT റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും ഈ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? 2 ഓം പ്ലസ് 10/3 പ്ലസ് 7 ഓം അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ FFT റെസിസ്റ്റൻസ് കിട്ടും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 12.3 ആണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ തന്നേക്കുന്ന ഫിഗറിൽ ഏത് രീതിയിലാണ് റെസിസ്റ്റൻസ് തന്നേക്കുന്നത് നോക്കാം, പാരലൽ ആണോ സീരീസ് ആണോ, എന്നിട്ട് അതിന്റെ FFT റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്തൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ക്രിച്ചോഫ് റൂൾ ഫോർ ദ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിന് ക്രിച്ചോഫ് റൂൾ എന്താണ് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ക്രിച്ചോഫ് റൂൾ 2 റൂൾ ഉണ്ട് അല്ലേ? ജംഗ്ഷൻ റൂളും ഉണ്ട്, ലൂപ്പ് റൂളും ഉണ്ട്. ജംഗ്ഷൻ റൂൾ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ ജംഗ്ഷൻ റൂൾ ദ ടോട്ടൽ കറന്റ് ഓഫ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറന്റ് ഔട്ട്സൈഡ് ദ ജംഗ്ഷൻ ഇൻ എ സർക്യൂട്ട്. അതായത് ഒന്നുമില്ല, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന ടോട്ടൽ കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ സോറി, ടോട്ടൽ കറന്റ് 0 അല്ല, അതിൽ നിന്ന് വരുന്ന കറണ്ടും അതിൽ നിന്ന് പോകുന്ന കറണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. അതായത് ഒരു ജംഗ്ഷനകത്ത് ഒരു ജംഗ്ഷനാണ്. ഈ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു കറണ്ടും വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നുണ്ട് ഇതിൽ നിന്ന്, അതുപോലെ തന്നെ ഇങ്ങനെ കറണ്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കറണ്ടിന്റെ സമ്മും ഈ രണ്ട് കറണ്ടിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അതായത് ജംഗ്ഷനകത്തേക്ക് വരുന്ന കറണ്ടും ജംഗ്ഷനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടിന്റെ സമ്മ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂൾ ഏതാ? ലൂപ്പ് റൂൾ ആണ്. ലൂപ്പ് റൂൾ എന്ന് പറയുന്നത് ദ സം ഓഫ് ദ വോൾട്ടേജ് അറൌണ്ട് ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ടോട്ടൽ സം ഓഫ് വോൾട്ടേജ് എന്തായിരിക്കും? ലൂപ്പ് റൂൾ എന്തായിരിക്കും?
നല്ലായിരിക്കും. അതായത് അതിനകത്ത് ടോട്ടൽ വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആൽജിബ്രാക് സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് എൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു ആൽജിബ്രാക് സം ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ലൂപ്പ്. അതായത് ഒരു ലൂപ്പിനകത്തുള്ള കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിനകത്തുള്ള ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ലൂപ്പ് റൂൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രിച്ച്ഹോഫ് റൂൾ മനസ്സിലായില്ലേ? 2 റൂളാണ് പഠിക്കാനുള്ളത്. ജംഗ്ഷൻ റൂൾ ഉണ്ട്, ലൂപ്പ് റൂൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൽ എന്താണ്, കുറെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ കറണ്ട് ഫ്ലോയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസിൽ 3 കറണ്ട് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. I1 ഉണ്ട്, അതുപോലെ തന്നെ I2 ഉണ്ട്, I3 ഉണ്ട്. ഈ 3 കറണ്ടിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൽ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ടും ഓരോ സെല്ലും ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ കറണ്ടും ഈ കറണ്ടിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ക്രിച്ച്ഹോഫ് റൂൾ അറിയണം അല്ലെ? അതൊരു ലൂപ്പാണ്. അപ്പൊ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ലൂപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ജംഗ്ഷനില്ലേ, ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ജംഗ്ഷനിൽ ഇവിടെ നമ്മളൊരു ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് വരുന്ന കറണ്ടിന്റെയും ഇതിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെയും സമ്മ് ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ അതിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? ഇതിലേക്ക് വരുന്നത്, ഇവിടെ വരുന്നത് I1 ആണ്, ഇവിടെ വരുന്നത് I2 ആണ്, ഇതിൽ നിന്ന് പോകുന്നത് I3 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ I1 + I2 - I3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ആ ജംഗ്ഷൻ റൂൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് I1 + I2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? I3ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? I1 + I2 - I3 = 0 എന്ന് എഴുതാം. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ABCD എന്ന് പറയുന്ന ഒരു ലൂപ്പിലും അതുപോലെ തന്നെ GCDFG എന്ന് പറയുന്ന ലൂപ്പിലും നമ്മൾ ലൂപ്പ് റൂൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. അപ്പൊ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ABCD നോക്കാം. ABCD എന്ന് പറയുന്ന ലൂപ്പിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെയും ഇവിടുത്തെ കറണ്ടിന്റെയും പ്രൊഡക്റ്റ്, അതായത് അവിടുത്തെ റെസിസ്റ്റന്റ് 5 ആണ് × I1 + 2 × I3 അല്ലെ? 2 × I3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടുത്തെ EMFന് ഈക്വൽ ആയിരിക്കും അല്ലെ? EMF എത്രയാണ് ഇവിടെ? 12 ആണ് അല്ലെ? = 12. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ ലൂപ്പിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × I3 + 3 × I2 = 6. ഇവിടുത്തെ EMF 6 ആണ്, = 630. ആ ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ 5I1 + 2I3 = 12, അതുപോലെ തന്നെ 3I2 + 2I3 = 6 എന്ന് പറയുന്ന ഈ 2 ഇക്വേഷൻസും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യാൻ എങ്ങനെയാണ്? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2I3 ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ ഒരു 5I1 ആണ്. 5I1 ഉണ്ടാവും, -3I2 ഉണ്ടാവും, = 12 - 6 = 6 എന്ന് കിട്ടി. ഓക്കെ, അത് നമ്മൾ 4ാമത്തെ ഇക്വേഷൻ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ 4th ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ? ഫസ്റ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഇക്വേഷൻ 2 വെച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഒരു ടേം കോമൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇവിടെ ടേം കോമൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഇതിനെ സിംഗിൾ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2I2 + 2I1 2I2 - 2I3 = 0 എന്ന് കിട്ടി. =0 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7I1 + 2I2 = 12 എന്ന് കിട്ടും. 7I1 + 2I2 = 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 4, 4ാമത്തെ ഇക്വേഷനും നമ്മൾ 2 വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം.
എന്നിട്ട് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ അല്ലേ, ലാസ്റ്റ് ഇക്വേഷൻ, അഞ്ചാമത്തെ ഇക്വേഷൻ, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നാലാമത്തെ ഇക്വേഷനെ എന്ത് ചെയ്യണം, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അഞ്ചാമത്തെ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3i1 is equal to 48 എന്ന് കിട്ടും. i1 is equal to 1.548 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് i1 i3 i2 ഏതെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നാലാമത്തെ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10i1 മൈനസ് 6i2 is equal to 12 എന്ന് കിട്ടും. ആ ഇക്വേഷനെ നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യണം, ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3i1 is equal to, എല്ലാം ഒറ്റ ടേമിലേക്ക് കൺവേർട്ട് ആവും അല്ലെ, 3i1 is equal to 48 എന്ന് കിട്ടും. ആൻഡ് i1 is equal to 48/3 എന്ന് കിട്ടും, is equal to 1.548 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ i1ന്റെ വാല്യൂ കിട്ടി. ഇനി i1ന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ ഇക്വേഷനിലേക്ക്, അതായത് അഞ്ചാമത്തെ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് i2ന്റെ വാല്യൂ കിട്ടും. കാരണം എന്താ, 7i1 പ്ലസ് 2i2 is equal to 12 ആണെന്ന് അറിയാം. 12 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഈ i1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് i2ന്റെ വാല്യൂ കിട്ടൂലേ. ഓക്കെ, അപ്പൊ i2ന്റെ വാല്യൂ കിട്ടി, i2 is equal to 0.582 ആംപിയർ എന്ന് കിട്ടി. ഇനി നമുക്ക് i1 കിട്ടി, i2 കിട്ടി, i3 കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരാ അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ i1 പ്ലസ് i2 എന്ന് പറയുന്നത് i3 ആണ് അല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ i3 കിട്ടും. therefore i3യുടെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം ജംഗ്ഷൻ റൂൾ പഠിച്ചു വെക്കുക, ലൂപ്പ് റൂൾ പഠിച്ചു വെക്കുക, അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ 17ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിസം ആണ്. 18ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിസം ആണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബയോ-സവാർട്ട്സ് ലോ. The Biot-Savart's law is the general modification of. Biot-Savart's law എന്തിന്റെ മോഡിഫിക്കേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ക്രിച്ചോഫ് ലോ തന്നിട്ടുണ്ട്, ആംബിയസ് ലോ തന്നിട്ടുണ്ട്, ലെൻസസ് ലോ തന്നിട്ടുണ്ട്, ഫാരഡേസ് ലോ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. അതായത് ഈ 4 ലോസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ട് ഒറ്റ ലോ ഉള്ളത് ഏതാണ്? ആംബിയസ് ലോ ആണ് അല്ലെ. ബയോസവാർട്ട്സ് ലോ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒറ്റ ലോയേ ഉള്ളൂ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് ദ ആംബിയസ് ലോ. അപ്പൊ ബയോസവാർട്ട്സ് ലോ ഇതിന്റെ മോഡിഫിക്കേഷൻ ആണ്, ആംബിയസ് ലോയുടെ മോഡിഫിക്കേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a force act on a charged particle moving in a magnetic field but this force do not change the speed of the particle. Explain. അതായത് ഒരു ഫോഴ്സ്, ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ പാർട്ടിക്കിളിന്റെ സ്പീഡിനെ ആ ഫോഴ്സ് എഫക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതായത് അതിന്റെ മോഷൻ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരിക്കലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ, the motion of the no displacement occur along the direction. ആ ഡയറക്ഷനിൽ യാതൊരു ഡിസ്പ്ലേസ്മെന്റും നടക്കുന്നില്ല. ആ സ്പീഡ് എന്തായിരിക്കും, അവിടെ റിമെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കും. കൈനറ്റിക് എനർജിക്കും ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് cannot do work on a charged particle. ഒരിക്കലും ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിലെ മാഗ്നറ്റിക് ഫോഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. therefore ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല, സ്പീഡിന് എഫക്ട് ഒന്നും ഉണ്ടാവുന്നില്ല, therefore കൈനറ്റിക് എനർജിക്കും ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് എന്താവുന്നത്, നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ സ്പീഡുമായിട്ട് മാഗ്നറ്റിക് ഫോഴ്സിന് എഫക്ട് ഇല്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്, ചാർജ്ഡ് പാർട്ടിക്കിളിൽ മാഗ്നറ്റിക് ഫോഴ്സ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the distance from a long straight wire carrying a current of 12 ampere and magnetism at which the magnetic field will be equal to 3 into 10 raised to minus 5 Tesla given mu 0 is equal to 4 pi into 10 raised to minus 7. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ആ ലോങ് സ്ട്രെയിറ്റ് വയറിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് 12 ആംപിയർ ആണ്. 12 ആംപിയർ ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 into 10 raised to minus 5 ആണ് തന്നിട്ടുണ്ട്. mu 0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഡിസ്റ്റൻസ്, അതായത് സ്ട്രെയിറ്റ് വയറിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് is equal to mu 0 I divided by 2 pi r ആണ്. mu 0 I divided by 2 pi r ആണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, r ആണ് അല്ലെ, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. ഓക്കെ, I എത്രയാണ്, 12 ആംപിയർ ആണ്.
ബിയുടെ വാല്യൂ 3 × 10⁻⁵ ആണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്കറിയാം, ബിയുടെ വാല്യൂ μ0I/2πr ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? μ0I/2π × b എന്ന് കിട്ടും അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. μ0യുടെ വാല്യൂ 4π × 10⁻⁷, ഐയുടെ വാല്യൂ 12 /2π × b. b എത്രയാ? 3 × 10⁻⁵. ഓക്കെ, അപ്പൊ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പൈയും ക്യാൻസൽ ആയി, 4 × 2 ക്യാൻസൽ ആയി, ഇവിടെ 2 വരും. 2 × 10⁻⁻, ഇവിടെ 2 × 12 വന്നു, ഇവിടെ 3 × 10⁻⁻5 ആണ്. ഈ 10⁻⁻5ഉം -7ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10⁻2 വരും. 12ഉം 3ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 വരും. ഇവിടെ എന്തൊക്കെ വന്നു? ഇപ്പം ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഇതിന് നമുക്ക് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഇവിടെ 2 × 10⁻2 × 4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 8 × 10⁻2 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഡിസ്റ്റൻസിന്റെ വാല്യൂ. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ചു വെക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഇക്വേഷൻ എന്താ? μ0I/2π × r. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ ഡ്രോയിങ് ഓഫ് ദ ലൈൻ ഓഫ് ഫോഴ്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻസ് ഓൺ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത് ഓക്കെ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ഡ്രോയിങ് ഓഫ് ദ ലൈൻ ഓഫ് ഫോഴ്സ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻസ് ഓൺ. അതായത് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഓൺലി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് ഓൺലി, ആൻഡ് തേർഡ് വൺ ബോത്ത് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ആൻഡ് ഫോർത്ത് വൺ ദ ഫോഴ്സ് ഓഫ് ദ ഫീൽഡ്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാ തരുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡും തരുന്നുണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡും തരുന്നുണ്ട്. therefore കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, both the direction and magnitude of the field. Clear ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. A 10 cm solenoid is meant to have a magnetic field 0.002 Tesla inside it. When current of 3 ampere flow through it, calculate the required number of turns. അതായത് നമുക്കൊരു സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന സോളിനോയിഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. അതിലേക്ക് പാസ് ചെയ്യുന്ന അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.002 ടെസ്ലയാണ് തന്നിട്ടുണ്ട്. അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ 3 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B is equal to μ0NI/L ആണ് അല്ലേ? μ0NI/L ആണ്. ബിയുടെ വാല്യൂ എന്താ? B is equal to μ0NI/L ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അവിടെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സോളിനോയിഡ് ആണ്, N നമ്പർ ഓഫ് ടേൺസ് ആണ്, I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? N ആണ്. Nന്റെ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ Nന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? N is equal to B × L divided by μ0 × I എന്ന് കിട്ടും അല്ലെ? BL divided by μ0I എന്ന് കിട്ടും. ഇവിടെ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.002. L എത്രയാ? 10 സെന്റിമീറ്റർ ആണ് അല്ലെ? 10 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്ത് കിട്ടും? 10 × 10⁻2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ μ0 എത്രയാ? 4π × 10⁻⁻7 ഇൻറ്റു ഐയുടെ വാല്യൂ എത്രയാ? 3 അല്ലേ? 3 ആംപിയർ എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്രോക്സിമേറ്റ് ഒരു 51 ടേൺസ് ആണ് വരുന്നത്. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 50 ടേൺസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡിന്റെ ഇക്വേഷൻ ആണിത്. B is equal to μ0NI/L. ക്ലിയർ ആയില്ലേ? ഇത്രയാണ് നമ്മുടെ 18th ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 19th ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എസിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ജനറേറ്റർ. ഒരു ജനറേറ്ററിന്റെ എസെൻഷ്യൽ പാർട്ട് എഴുതാനാണ് നമ്മളോട് ഇതിലെ
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് 18ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 19th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ ജനറേറ്റർ. ഒരു ജനറേറ്ററിന്റെ എസെൻഷ്യൽ പാർട്സ് നമ്മളോട് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആർമേച്ചർ, സെക്കൻഡ് ഓപ്ഷൻ ഫീൽഡ് മാഗ്നറ്റ്, സ്ലിപ്പ് റിംഗ്സ്, ആൻഡ് തേർഡ് ഓപ്ഷൻ ബ്രഷസ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഈ എല്ലാ ഓപ്ഷൻസും എന്താണ് ജനറേറ്ററിന്റെ പാർട്ട് തന്നെയാണ് അല്ലെ. ആർമേച്ചറും ഫീൽഡ് മാഗ്നറ്റും സ്ലിപ്പ് റിംഗും ബ്രഷസും ഒക്കെ ജനറേറ്ററിന്റെ പാർട്ട് തന്നെയാണ്. therefore കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഇൻ വിച്ച് 1080 volt of primary power provide 1730 watt of secondary power. പ്രൈമറി പവറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സെക്കൻഡറി പവറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫിഷ്യൻസിയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു secondary power divided by primary power into 100 ആണ്. എന്താണ്? എഫിഷ്യൻസി ഈക്വൽ ടു സെക്കൻഡറി പവർ ഡിവൈഡഡ് ബൈ പ്രൈമറി പവർ ഇൻറ്റു 100 ആണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രൈമറി പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി പവറും തന്നിട്ടുണ്ട് അല്ലേ. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സെക്കൻഡറി പവർ എത്രയാ? 1730, പ്രൈമറി പവർ 1880 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 92% കിട്ടും. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എത്രയാണ്? ഈ ട്രാൻസ്ഫോമർ 92% എഫിഷ്യന്റ് ആണ്. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു സെക്കൻഡറി പവർ ഡിവൈഡഡ് ബൈ പ്രൈമറി പവർ ഇൻറ്റു 100. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എൻ AC ആൻഡ് DC ജനറേറ്റർ. AC ജനറേറ്ററും DC ജനറേറ്ററും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം AC ജനറേറ്ററിൽ എന്താണുള്ളത്? സ്ലിപ്പ് റിങ്ങുകളാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 ഡിഫറൻസ് എഴുതിയാൽ മതി. AC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളാണുള്ളത്, എന്നാൽ DC ജനറേറ്ററിൽ എന്താണുള്ളത്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണുള്ളത്. എന്താണ്? AC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളും DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് കിട്ടിയല്ലോ. ഫസ്റ്റ് ഡിഫറൻസ് AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകളും മറ്റടുത്ത് സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്ററും ആണ് ഉള്ളത്. ഓക്കെ, ഇനി AC ജനറേറ്ററിലെ കറണ്ട് വോൾട്ടേജിന്റെ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൈനുസോയിഡൽ ഫോം ആയിരിക്കും. AC ജനറേറ്ററിലെ കറണ്ട് വോൾട്ടേജിന്റെ ഫോം എന്ന് പറയുന്നത് സൈനുസോയിഡൽ ഫോം ആയിരിക്കും. DC ജനറേറ്ററിൽ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, അതായത് ട്രഫ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, 2 ഡിഫറൻസുകൾ കിട്ടിയല്ലോ AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a 1000-turn coil has a radius of 5 cm. Calculate the EMF developed across the coil if the magnetic field through the coil is reduced from 10 Tesla to 0. 2 ടൈമിലുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 1 സെക്കൻഡിലും സെക്കൻഡ് 1 മില്ലി സെക്കൻഡിലുമുള്ള EMFന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കൊരു 1000 ടേൺ ഉള്ള ഒരു കോയിൽ തന്നിട്ടുണ്ട്, അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 10 ടെസ്ലയിൽ നിന്ന് 0 ആകുന്ന ആ ഒരു കണ്ടീഷനിലാണുള്ളത്. അതിൽ 1 സെക്കൻഡിലും 1 മില്ലി സെക്കൻഡിലും ഡെവലപ്പ് ചെയ്യുന്ന EMFന്റെ വാല്യൂ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഗിവൺ ഡാറ്റാസ് നമുക്ക് എഴുതാം. നമുക്ക് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 1000 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമ്പർ ഓഫ് ടേൺസ് 1000 ആണ് തന്നിട്ടുണ്ട്. റേഡിയസിന്റെ വാല്യൂ 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 5 × 10⁻² മീറ്റർ തന്നിട്ടുണ്ട്. B1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, B2ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കോയിലിന്റെ EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് EMFന്റെ ഇക്വേഷൻ? N × B2 - B1 divided by T × πr². B2 - B1 by T × πr² ആണ് നമ്മുടെ EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. Nന്റെ വാല്യൂ നമുക്ക് തന്നിട്ട് എത്രയാണ്? 10⁻³ അല്ലെങ്കിൽ 1000. ഓക്കെ, B2ന്റെ വാല്യൂ 10 ആണ്, B1 0 ആണ്. സോറി, B1ന്റെ വാല്യൂ 10 ആണ്, B2ന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 10 എന്ന് കിട്ടും ഇൻറ്റു πr². π × r എന്ന് പറയുന്നത് 5 × 10⁻² ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 25 × 10⁻⁻4 എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ടിയുടെ വാല്യൂ 1. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10⁻⁻4ഉം 10⁻³ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻1 കിട്ടും. 10⁻⁻1ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. therefore 25 π എന്ന് കിട്ടും. 25 π വോൾട്ട് ആണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കേസിലെ EMF എന്ന് പറയുന്നത്. ഓക്കെ, അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 78.5 വോൾട്ട് എന്ന് കിട്ടും.
നെക്സ്റ്റ് സെക്കൻഡ് കേസിൽ നമ്മളോട് ടൈം തന്നേക്കുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. 1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻³ സെക്കൻഡ് ആണ്. സെയിം പ്രൊസീജിയർ ആണ്, ടിയുടെ വാല്യൂ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 × 10 π × 25 × 10⁻⁴ ഡിവൈഡഡ് ബൈ 10⁻³ എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 78.5 × 10⁻³ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ് നമ്മുടെ കോയിലിന്റെ ഇഎംഎഫിന്റെ ഇക്വേഷൻ? എന്താ? N × B2 - B1 ഡിവൈഡഡ് ബൈ T × πr². ക്ലിയർ ആയില്ല എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transformer has 100 turns in its primary winding and 500 turn in its secondary winding. ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ്സിലെ നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ട്, സെക്കൻഡറി വൈൻഡിങ്സിലെ നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജും പ്രൈമറി കറണ്ടും തന്നിട്ടുണ്ട് 120 വോൾട്ട് ആൻഡ് 3 ആംപിയർ. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി കറണ്ടും സെക്കൻഡറി വോൾട്ടേജും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റാസ് എഴുതാം. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? N1ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 ടേൺസ് ആണ്, N2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 500 ടേൺസ് ആണ്, V1 തന്നിട്ടുണ്ട് 120 ആൻഡ് I1 തന്നിട്ടുണ്ട് 3 ആംപിയർ തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ V1ഉം V2ഉം N1ഉം N2 തമ്മിലുള്ള റിലേഷൻ എന്താ നമുക്ക് അറിയാം. നമ്മൾ പഠിച്ചതാണ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ. എന്താണ്? V1 ഡിവൈഡഡ് ബൈ V2 is equal to N1 divided by N2 ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2 ആണ്. അപ്പൊ V2 നമുക്ക് എങ്ങനെ എഴുതാം? V2 is equal to V1 into N2 divided by N1 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 500 × 120 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 600 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഈ രീതിയിൽ നമുക്ക് V2 കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്നത് I2 ആണ്. I2ഉം N ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? അല്ലെങ്കിൽ കറണ്ടും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ എന്താ? ട്രാൻസ്ഫോമറിന്റെ കേസിൽ I1 by I2 is equal to N2 divided by N1 ആണ്. അപ്പൊ നമുക്കിവിടെ I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I2 നമുക്ക് എങ്ങനെ എഴുതാം? I2 is equal to N1 I1 divided by N2 എന്ന് കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N1 N2 into I1, I2ന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100/500 × 3 ആംപിയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.6 ആംപിയർ ആണ് I2ന്റെ വാല്യൂ. ക്ലിയർ ആയില്ലേ? ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. V1/V2 is equal to N1/N2, I1/I2 is equal to N2/N1 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 21st ചാപ്റ്റർ ആണ്. 21st ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ് അപ്പോൺ. ഒരു മെറ്റീരിയൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 21st ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ് അപ്പോൺ. ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓൺലി, ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഓൺലി, തേർഡ് ഓപ്ഷൻ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഓൺലി, ആൻഡ് നൺ ഓഫ് ദീസ് ആണ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നമുക്കറിയാം ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലൈറ്റിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? Next question, the refracting angle of a prism is 30 seconds and the refractive 30 minutes and the refractive index is 1.6. Calculate the deviation caused by the prism. നമുക്ക് റിഫ്രാക്റ്റിംഗ് ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ 1.6 ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡീവിയേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഡീവിയേഷന്റെ ഇക്വേഷൻ? ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു mu - 1 into refractive angle. mu - 1 into refractive angle ആണ്. മ്യൂയുടെ വാല്യൂ എത്രയാണ്? 1.6 ആണ് അല്ലേ? 1.6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, -1 ഇൻറ്റു ആംഗിൾ എത്രയാണ്? 30 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/2 ഡിഗ്രി ആണ് നമ്മുടെ ആംഗിൾ. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.6 നിന്ന് 1 പോയാൽ 0.6 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.3 ഡിഗ്രി എന്ന് കിട്ടും. 0.3 ഡിഗ്രി ആണ് നമ്മുടെ എന്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഡീവിയേഷന്റെ വാല്യൂ. അല്ലെങ്കിൽ 18.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മിനിറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെയ്ലേ ലോ ഓഫ് സ്കാറ്ററിംഗ്? റെയ്ലേ ലോ ഓഫ് സ്കാറ്ററിംഗ് എന്താ പറയുന്നത്?
The intensity of scattered light is inversely proportional to the fourth power of the wavelength. അതായത് ഒരു സ്കാറ്ററിംഗ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അതിന്റെ വേവ് ലെങ്ത്തിന്റെ ഫോർത്ത് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മുടെ റെയ്ലേസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് I is proportional to 1/λ⁴. ക്ലിയർ ആയില്ലേ റെയ്ലേസ് ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Most ordinary gas do not show the dispersion with visible light. Why? എന്തുകൊണ്ടാണ് ഓർഡിനറി ഗ്യാസുകൾ വിസിബിൾ ലൈറ്റുമായിട്ട് ഡിസ്പേർഷൻ കാണിക്കാത്തത്? നമുക്കറിയാം the velocity propagation of a wave of different wavelength of visible light almost same in all ordinary gas. അതായത് എല്ലാ ഓർഡിനറി ഗ്യാസിലും നമ്മുടെ ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വിസിബിൾ ലൈറ്റ് ഡിസ്പേഴ്സ് ആവാത്തത്, ഗ്യാസിൽ ഓർഡിനറി ഗ്യാസിൽ ഡിസ്പേഴ്സ് ആവാത്തത്. മാത്രമല്ല അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ very close to 100, വളരെ ക്ലോസ് ആയിരിക്കും. Therefore it do not show dispersion with the visible light. Okay, next question. What will be the color of the sky for an astronaut in a spaceship flying at high altitude? അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ആസ്ട്രോണറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്കൈയുടെ കളർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ കാണുമ്പോൾ സ്കൈയുടെ കളർ എന്താണ്? ബ്ലൂ കളറാണ് അല്ലെ? അത് എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ആവുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിലും എയർ മോളിക്യൂൾസിലൊക്കെ നമ്മുടെ ഈ സൺലൈറ്റ് വന്ന് സ്കാറ്റർ ചെയ്തിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ബ്ലൂ കളർ എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും എയർ മോളിക്യൂൾസും ഒക്കെ ആബ്സെന്റ് ആണ്. ദർഫോർ അത് ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ സൺലൈറ്റിന്റെ സ്കാറ്ററിംഗ് ഒന്നും നടക്കുന്നില്ല. ദർഫോർ അവിടെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്കൈയുടെ കളർ എങ്ങനെയായിരിക്കും? ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലെ? കളർ ഒന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല, ബ്ലാക്ക് കളർ ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല? ഡസ്റ്റ് പാർട്ടിക്കിളും എയർ മോളിക്യൂൾസ് ഒക്കെ ആബ്സെന്റ് ആയതുകൊണ്ട് സൺലൈറ്റിന്റെ സ്കാറ്ററിംഗ് ഒന്നും നടക്കുന്നില്ല. ദർഫോർ അവിടെ കളർ ബ്ലാക്ക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് 22nd ചാപ്റ്റർ നോക്കാം. ദാറ്റ് ഈസ് വേവ് ഫിനോമിന ആൻഡ് ലൈറ്റ്. വേവ് ഫിനോമിന ആൻഡ് ലൈറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In Young's experiment, how the constructive interference produced on the screen. എങ്ങനെയാണ് യങ്സ് എക്സ്പെരിമെന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫേസ് ഡിഫറൻസ്, അതായത് രണ്ട് സൂപ്പർ ഇമ്പോസിംഗ് ബീംസിന്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2π ആകുമ്പോഴാണ് അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? രണ്ട് സൂപ്പർപോസിംഗ് ബീമിന് ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആകുമ്പോഴാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ബ്രൂസ്റ്റേഴ്സ് ലോ ആൻഡ് ഗിവ് ഇറ്റ്സ് വൺ ആപ്ലിക്കേഷൻ. ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ബ്രൂസ്റ്റേഴ്സ് ലോ എന്താ പറയുന്നത്? It states that when light passes from one medium to another, the tangent of angle of polarization is equal to the ratio of refractive indices of two medium. അതായത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംഗിൾ ഓഫ് പോളറൈസേഷന്റെ ടാൻജന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ദ റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടു മീഡിയം. രണ്ട് മീഡിയം തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? അതിന്റെ ആംഗിൾ ഓഫ് പോളറൈസേഷന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇതൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ബ്രൂസ്റ്റേഴ്സ് വിൻഡോസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വിൻഡോ ആണ്, 100% ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് ലേസേഴ്സിന്റെ കേസിൽ യൂസ് ചെയ്യുന്നതാണ്. 100% ലൈറ്റിനെ എമിറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് ബ്രൂസ്റ്റേഴ്സ് വിൻഡോ എന്ന് പറയുന്നത്. ബ്രൂസ്റ്റേഴ്സ് ലോ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു അപ്ലൈ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിൻഡോ ആണ് ബ്രൂസ്റ്റേഴ്സ് വിൻഡോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റർഫറൻസ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് എമിറ്റിംഗ് ഫ്രം ടു ഡിഫറെന്റ് സെക്കൻഡറി സോഴ്സസ്. അതായത് രണ്ട് സെക്കൻഡറി സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി വേവ്സിന്റെ സൂപ്പർ പൊസിഷനാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് എ സെക്കൻഡറി വേവ്സ് emanating from different portion of a same wave front. സെയിം വേവ് ഫ്രണ്ടിന്റെ പല പോർഷൻസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി വേവിന്റെ സൂപ്പർ പൊസിഷൻ ആണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ സെക്കൻഡറി സോഴ്സസ്, അതായത് ഡിഫറെന്റ് സെക്കൻഡറി സോഴ്സസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആണ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ക്ലിയർ ആയില്ല? ഒന്ന് എവിടെ നിന്നാണ്? സെക്കൻഡറി സോഴ്സിൽ നിന്ന് വരുന്നതാണ്. ഒന്ന് സെയിം വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അതാണ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ കൊഹറന്റ് സോഴ്സസ്? എന്താണ് കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാൻ അവർ ഐസ്
നോട്ട് ആക്ട് ആസ് എ കൊഹറന്റ് സോഴ്സ്. നമ്മുടെ കണ്ണിന് കൊഹറന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊഹറന്റ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് എമിറ്റ് ദ വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം വേവ് ലെങ്ത്. സെയിം ഫ്രീക്വൻസിയും സെയിം വേവ് ലെങ്ത്തും ഉള്ള വേവ്സിനെ എമിറ്റ് ചെയ്യുന്ന സോഴ്സുകളായിരിക്കണം കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. സെയിം ഫ്രീക്വൻസിയും സെയിം വേവ് ലെങ്ത്തും ഉള്ള വേവ്സിനെ എമിറ്റ് ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ the verbs are in phase or having a constant phase difference. ഒന്നെങ്കിൽ ഇൻ ഫേസിലായിരിക്കണം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ the verbs are have same amplitude and period. സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം പീരീഡും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷനിലുള്ള വേവ്സ് എമിറ്റ് ചെയ്യുന്ന സോഴ്സുകളെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് ഒരിക്കലും എന്താണ് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ കണ്ണിന് പോസിബിൾ അല്ല. ദെർഫോർ ഒരു കൊഹറന്റ് സോഴ്സ് ആയിട്ട് നമ്മുടെ കണ്ണിനെ നമുക്ക് ആക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൊഹറന്റ് സോഴ്സ് ആയിട്ട് നമ്മുടെ കണ്ണിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ 24th ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആണ്, നമ്മൾ ഫിസിക്സിനകത്തും ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ദ ടാർഗറ്റ് വാസ് ബോംബേർഡഡ് വിത്ത് ബീറ്റാ റേ, ഗാമാ റേ, ആൽഫ റേ ആൻഡ് ഓൾ ഓഫ് ദ അബോവ്. അതായത് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അതേ എന്താ ചെയ്യുന്നത്, ഗോൾഡ് ഫോയിലിൽ ഏത് ഇതാണ് ടാർജറ്റ് ആണ് സ്കാറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോംബാൻഡ് ചെയ്യുന്നത്, ഏതാണ്? ആൽഫ റേ ആണോ, ബീറ്റാ റേ ആണോ, ഗാമാ റേ ആണോ? ആൽഫ റേ ആണ് അല്ലെ, ആൽഫ റേസ് ആണ് അവിടെ ബോംബാൻഡ് ചെയ്യുന്നത്. ദെർഫോർ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, ദാറ്റ് ഈസ് ആൽഫ റേസ്. റൂദർഫോർഡ് എക്സ്പെരിമെന്റ് ഓർക്കുക ആൽഫ റേസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലെ ടാർജറ്റ് ബോംബാൻഡ് ചെയ്യുന്നത് ആൽഫ റേ വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബോർ, what happening in the atom when a photon of light is emitted and absorbed? അതായത് ഫോട്ടോൺ ഓഫ് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോഴും അബ്സോർബ് ചെയ്യുമ്പോഴും ബോറിന്റെ തിയറി അനുസരിച്ച് ഒരു ആറ്റത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എമിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഫാൾ ഫ്രം ഹയർ ടു ലോവർ എനർജി സ്റ്റേറ്റ്. അതായത് ഫോട്ടോൺ ലൈറ്റ് അവിടെ എമിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോർ തിയറി അനുസരിച്ച് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും അല്ലെങ്കിൽ ഫോൾ ചെയ്യും. ഓക്കെ, ഇനി അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റഡ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോണുകൾ എങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും, ഹയർ സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, എമിറ്റ് ചെയ്യുന്ന സമയത്ത് ലോവർ സ്റ്റേറ്റിലേക്കും പോകും, അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഹയർ സ്റ്റേറ്റിലേക്കും പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Bohr, what is happening in the atom when a photon of light, discuss ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. Lyman series of a spectral lines are emitted when electron jump from higher orbit to dash orbit. അതായത് ഇലക്ട്രോണുകൾ ഹയർ ഓർബിറ്റിൽ നിന്ന് ഏത് ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് അവിടെ ലൈമൺ സീരീസ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ്? ഫസ്റ്റ് ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് അല്ലെ. ലൈമൺ സീരീസ് എവിടെയാണ്? ഫസ്റ്റ് ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് ലൈമൺ സീരീസ് വരുന്നത്. ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുമ്പോഴാണ് ലൈമൺ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റ് ചെയ്യുന്നത്. ദെർഫോർ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ, ഫസ്റ്റ് ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെന്റ് ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഷോട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ആറ്റം ഹാസ്. അതായത് ആൽഫ പാർട്ടിക്കിളിന്റെ എക്സ്പെരിമെന്റ്, ആ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് ആറ്റത്തിൽ എന്തുണ്ടെന്നാണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ ഉണ്ടെന്നാണോ, പ്രോട്ടോൺ ഉണ്ടെന്നാണോ, ന്യൂട്രോൺസ് ഉണ്ടെന്നാണോ, ന്യൂക്ലിയസ് ഉണ്ടെന്നാണോ കണ്ടുപിടിച്ചത്? എന്താണ് റൂദർഫോർഡ് അതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്? ന്യൂക്ലിയസ് ആണ് അല്ലെ. റൂദർഫോർഡ് പറഞ്ഞത് ആറ്റത്തിന്റെ സെന്ററിനകത്ത് പോസിറ്റീവ് ചാർജ് സെൻട്രലൈസ് ചെയ്തൊരു ലൊക്കേഷൻ ഉണ്ട്, അതിന് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദെർഫോർ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് ദ ന്യൂക്ലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ ലൈ ഇൻ യു വി റീജിയനിൽ ലൈ ചെയ്യുന്നത് ഏത് സ്പെക്ട്രൽ സീരീസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ഹൈഡ്രജൻ യു വി റീജിയനിൽ ലൈ ചെയ്യുന്നത് ലൈമൺ സീരീസ് ആണ്. ദെർഫോർ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ദ ലൈമൺ സീരീസ്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സിലെ പോർഷൻസ് ഒക്കെ ക്ലിയർ ആയില്ല. മിക്ക പോർഷൻസും കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂമറിക്കൽസ് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാം ചെയ്താൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ ലൈവ് ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.